Welcome to GEOID IAS Current Affairs Top Line. GEOID IAS has started PCM batch targeted for 2027 Civil Service Examination. അത് മന്ത്ലി 1000 റുപ്പീസിന് ജോയിൻ ചെയ്യാവുന്നതാണ്. 2 വർഷത്തേക്ക് വൺ ടൈം പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. വൺ ടൈം പേയ്മെൻറ്റ് ചെയ്യുന്നവർക്ക് 5000 റുപ്പീസ് മാത്രം അടച്ചാൽ മതി. 2 years സബ്സ്ക്രിപ്ഷൻ ആൻഡ് ക്ലാസ്സസ് ലഭിക്കുന്നതായിരിക്കും. ഏറ്റവും അഫോർഡബിളായി ക്വാളിറ്റി ക്ലാസ്സസ് ലഭിക്കാൻ ഇന്ന് തന്നെ ജിയോയിഡ് IASൽ ജോയിൻ ചെയ്യുക. ലെറ്റ്സ് ഡൈവ് ഇൻ ടു ടുഡേയ്സ് സെഷൻ. നമുക്കറിയാം, വളരെ റീസെൻ്റ് ആയിട്ട് സുനിത വില്യംസ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്നും ഭൂമിയിലേക്ക് തിരിച്ച് എത്തിയിരിക്കുകയാണ്. സുനിത വില്യംസുമായിട്ടുള്ള ഇൻ്റർവ്യൂസും കാര്യങ്ങളും എല്ലാം വളരെ അധികം ന്യൂസിലും മീഡിയയിലും എല്ലാം സ്പ്രെഡായിട്ടുണ്ടായിരുന്നു. സോ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഇസ് എ സ്പേസ് സ്റ്റേഷൻ ഇൻ ലോ എർത്ത് ഓർബിറ്റ്. മാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോ എർത്ത് ഓർബിറ്റിൽ ആണ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ പ്രോഗ്രാം ആൻഡ് ഈസ് ഓപ്പറേറ്റഡ് ബൈ 5 പാർട്ട്നേഴ്സ്: നാസ, റോസ്കോസ്മോസ്, ESA, JAXA ആൻഡ് CSA. ഇതെല്ലാം ഏതൊക്കെ കൺട്രീസിൻ്റെ ആണെന്ന് കമൻറ്റ് ചെയ്യണം. ലാസ്റ്റ് ക്ലാസ്സിൽ ഇതെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ്, സാല്യൂട്ട് 1. സാല്യൂട്ട് 1 വാസ് ലോഞ്ച്ഡ് ബൈ സോവിയറ്റ് യൂണിയൻ ഇൻ 1971. വൺ ഓഫ് ദ ഫസ്റ്റ് സ്പേസ് സ്റ്റേഷനാണ് സാല്യൂട്ട് 1. ഇന്ത്യയുടെ സ്പേസ് സ്റ്റേഷൻ എന്ന ആശയം ഇപ്പോഴാണ് കുറച്ചെങ്കിലും ഒന്ന് സ്പീഡപ്പ് ആയതല്ലേ. പക്ഷേ സാല്യൂട്ട് 1 1971 ലോഞ്ച്ഡ് ആയൊരു കാര്യമാണ്. സോ ദേ ആർ വെരി എഹെഡ് ഓഫ് അസ്. നെക്സ്റ്റ്, ടിയാങ്കോങ് 1. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ചൈനയുടെയാണ്. ഫസ്റ്റ് പ്രോട്ടോടൈപ്പ് സ്പേസ് സ്റ്റേഷനാണ്. ഇറ്റ് ഓർബിറ്റഡ് എർത്ത് ഫ്രം സെപ്റ്റംബർ 2011 ടു ഏപ്രിൽ 2018. പ്രോട്ടോടൈപ്പ് മീൻസ് ഒരു പ്രിലിമിനറി മോഡൽ അല്ലെങ്കിൽ ഒരു സാമ്പിൾ, ഒരു ഏർലി മോഡൽ, ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു മോഡൽ, അതാണ് പ്രോട്ടോടൈപ്പ്. നെക്സ്റ്റ് വൺ ഈസ് സ്കൈലാബ്. US-ൻ്റെ സ്പേസ് സ്റ്റേഷനാണ്. 1973 to 1979 വരെ ഓർബിറ്റ് ചെയ്തിരുന്നു. ഓക്കെ, ഇറ്റ് വാസ് ടു കണ്ടക്ട് ലോങ് ഡ്യൂറേഷൻ സയൻറ്റിഫിക്, സോളാർ ആൻഡ് മെഡിക്കൽ റിസർച്ച്. സ്കൈലാബിൻ്റെ പിക്കാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. നെക്സ്റ്റ്, ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിനെ കുറിച്ചാണ്. എന്താണ് ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ്? Quantum computers are advanced computing systems that harness quantum mechanics. Quantum mechanics ആണ് യൂസ് ചെയ്യുന്നത്. സ്പെസിഫിക്കലി സൂപ്പർപൊസിഷൻ ആൻഡ് എൻറ്റാങ്കിൾമെൻറ്റ് ടു സോൾവ് കോംപ്ലക്സ് പ്രോബ്ലംസ് ഫാർ ബിയോണ്ട് കപ്പാസിറ്റി ഓഫ് ക്ലാസിക്കൽ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. നമ്മുടെ സാധാരണ ക്ലാസിക്കൽ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിനെക്കാളും വെരി അഡ്വാൻസ്ഡ് ആൻഡ് ഫാസ്റ്റ് ആണ്. സാധാരണ കമ്പ്യൂട്ടേഴ്സിൽ ബൈനറി ബിറ്റ്സ് അല്ലേ യൂസ് ചെയ്യുന്നത്. ഇവിടെ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിൽ ക്വാണ്ടം ബിറ്റ്സ് അല്ലെങ്കിൽ ക്യൂബിറ്റ്സ് ആണ് യൂണിറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. കറൻ്റ്ലി ക്വാണ്ടം കമ്പ്യൂട്ടർ മേഖലയിൽ ഒരു വലിയൊരു കുതിപ്പ് ഉണ്ടായിരിക്കുകയാണ്. ഗൂഗിൾസ് വില്ലോ ചിപ്പ്. ഈ വില്ലോ ചിപ്പ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ജനറേഷൻ 105 ക്യൂബിറ്റ് ക്വാണ്ടം ചിപ്പാണ്. ദാറ്റ് അച്ചീവ്സ് ബിലോ ത്രഷോൾഡ് ക്വാണ്ടം എറർ കറക്ഷൻ. ഈ എറേഴ്സ് ആണ് നമ്മുടെ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിൻ്റെ പ്രധാനമായിട്ടുള്ള ഇപ്പോഴുള്ള വെല്ലുവിളി. അപ്പോൾ എറേഴ്സ് വളരെ വലിയ രീതിയിൽ മിനിമൈസ് ചെയ്യാൻ ഈ വില്ലോ ചിപ്പിന് കഴിയുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ എറർ കറക്ഷൻ എന്ന് പറയുമ്പോൾ മോർ ആക്യുറേറ്റ് ആയിരിക്കും. അത് മാത്രമല്ല കോംപ്ലക്സ് കമ്പ്യൂട്ടേഷൻസ് പോലും അണ്ടർ 5 minutes ചെയ്യാൻ ഈ ഒരു വില്ലോ ചിപ്പ് യൂസ് ചെയ്ത് സാധ്യമാകും എന്നാണ് അവകാശപ്പെടുന്നത്. വില്ലോ മാർക്സ് എ ട്രാൻസിഷൻ ഫ്രം തിയറിറ്റിക്കൽ ക്വാണ്ടം എക്സ്പെരിമെൻറ്റ്സ് ടു എ ഫ്യൂച്ചർ പ്രാക്ടിക്കൽ ഫോൾട്ട് ടോളറൻറ്റ് ക്വാണ്ടം ആപ്ലിക്കേഷൻസ്. എറർ ഫ്രീ ആയിട്ടുള്ള, ഇപ്പോൾ തിയററ്റിക്കലായിട്ട് നമ്മൾ ഗൂഗിൾ അവകാശപ്പെടുന്ന കാര്യങ്ങളെല്ലാം പ്രാക്ടിക്കലാക്കാനായിട്ട് കഴിയുന്ന ഒരു സൂപ്പർ പവേർഡ് ചിപ്പാണ് വില്ലോ എന്നാണ് അവർ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട അവകാശവാദം എന്ന് പറഞ്ഞാൽ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് എടുക്കുന്ന കാര്യങ്ങൾ പോലും മിനിറ്റ്സ് കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ ഒരു വില്ലോ ചിപ്പ് കൊണ്ട് കഴിഞ്ഞേക്കാം. അപ്പോൾ ഗൂഗിൾ ക്വാണ്ടം AIയിൽ വളരെ വലിയൊരു മികച്ചൊരു പെർഫോമൻസ് ആയിരിക്കാം കാഴ്ചവെക്കാൻ പോകുന്നത് എന്നാണ് അവകാശപ്പെടുന്നത്. ഇപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന പിക്ക് സൈക്കമോറിൻ്റെയാണ്. സൈക്കമോർ ഗൂഗിളിൻ്റെ തന്നെ ക്വാണ്ടം കമ്പ്യൂട്ടറാണ്. 2019 ഈ ഒരു മോഡൽ ഗൂഗിൾ പബ്ലിഷ് ചെയ്തത്. നെറ്റ്വർക്ക് ഓഫ് ക്യൂബിറ്റ്സ് ആൻഡ് ന്യൂറൽ നെറ്റ്വർക്ക് കണക്ഷൻസ് ആണ് ഇതിൽ അവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക് മിസൈൽസ് ആണ്. മിസൈൽസ് ആർ ഓഫൻ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദിയർ സ്പീഡ് റിലേറ്റീവ് ടു ദ സ്പീഡ് ഓഫ് സൗണ്ട്. വളരെ ഡെപ്തിലേക്ക് പോയില്ലെങ്കിൽ കൂടി സൂപ്പർഫിഷ്യലായിട്ട് ടേംസ് എന്താണ്, ഏതൊക്കെയാണ് മിസൈൽസ്, ഏതൊക്കെയാണ് ഇന്ത്യൻ മിസൈൽസ് യൂസ്ഡ്, എന്തൊക്കെയാണ് ഡിഫൻസ് ടെക്നോളജീസ്, ഇതെല്ലാം ഒരു സൂപ്പർഫിഷ്യൽ നോളജെങ്കിലും ആ ഒരു ബേസ് എങ്കിലും ക്രിയേറ്റ് ചെയ്ത് വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സൗണ്ട് സ്പീഡുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് മിസൈൽസിന് നെയിം വരുന്നത്. ഫസ്റ്റ്, സൂപ്പർസോണിക് മിസൈൽസ്.
സൂപ്പർസോണിക് മിസൈൽസിന് മാക് 1 to 5 ആണ്. ഈ മാക് എന്ന് പറയുന്നത് അതിൻ്റെ സ്പീഡ് കപ്പാസിറ്റിയാണ്, എത്രത്തോളം സ്പീഡ് അറ്റൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ 1 to 5 ആണ് സൂപ്പർസോണിക് മിസൈൽസിൻ്റെ മാക് കപ്പാസിറ്റി. ട്രാവൽ ഫാസ്റ്റർ ദാൻ സ്പീഡ് ഓഫ് സൗണ്ട് ബട്ട് ബിലോ മാക് 5. സോ 1 മാക് എന്ന് പറയുന്നത് 1235 km/h ആണ്. സൂപ്പർസോണിക് എന്ന് പറയുമ്പോൾ മാക് 1 to മാക് 5 ആണ്. ഓൾറെഡി സെഡ് 1200 km/h to 6000 km/h വരെയാണ് സ്പീഡ് വരുന്നത്. ഇമാജിൻ ദ സ്പീഡ്. എക്സാമ്പിൾസ് ബ്രഹ്മോസ്, P800 ഓണിക്സ്. പിന്നെ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫാസ്റ്റർ ദാൻ സബ്സോണിക് മിസൈൽസ്. അപ്പോൾ സൂപ്പർസോണിക്, സബ്സോണിക് എന്ന് പറഞ്ഞാൽ സൗണ്ടിൻ്റെ സ്പീഡിനേക്കാളും ഒരു പർട്ടിക്കുലർ ലെവലിനേക്കാളും കുറവ്. ഓക്കെ, സബ്സോണിക് മീൻസ് അപ്രോക്സിമേറ്റ്ലി മാക് 1-നേക്കാളും കുറവ്. ദീസ് യൂസ് ജെറ്റ് എൻജിൻസ് ലൈക്ക് റാംജെറ്റ്, സ്ക്രാംജെറ്റ്. ഇതെല്ലാം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ച് വെക്കേണ്ടതാണ്. ഇവിടെ സൂപ്പർസോണിക് മിസൈൽസിന് റാംജെറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. വൈഡ്ലി ഡിപ്ലോയിഡ് ആൻഡ് ഓപ്പറേഷണൽ. ബ്രഹ്മോസ് ഒക്കെ എത്രത്തോളം പവർഫുൾ മിസൈൽസ് ആണെന്ന് നമുക്കറിയാം അല്ലേ. യൂസ് കേസസ് ആൻറ്റി ഷിപ്പ് സ്ട്രൈക്സ്, ടാക്ടിക്കൽ ബാറ്റിൽ ഫീൽഡ് അറ്റാക്സ്. ഇതിനൊക്കെയാണ് നമ്മുടെ സൂപ്പർസോണിക് മിസൈൽസ് യൂസ് ചെയ്യുന്നത്. Supersonic missiles, once it is targeted, it is very hard to stop. Harder to intercept means very hard to stop. ഈ ഒരു മിസൈലിൻ്റെ ടാർഗറ്റ് മിസ്സാക്കാനോ ഫെയിൽ ആക്കാനോ വളരെയധികം ബുദ്ധിമുട്ടാണെന്ന് സാരം. നെക്സ്റ്റ്, ഹൈപ്പർസോണിക് മിസൈൽസ്. പേര് പോലെ തന്നെ മാക് 5-നേക്കാളും കൂടുതലാണ്, 5+ ആണ്. പൊട്ടൻഷ്യൽ വളരെ കൂടുതലാണ്. മാക് 10 to 20+ വരെ എത്താൻ സാധിക്കും. ആൻഡ് എക്സ്ട്രീംലി ഹൈ സ്പീഡാണ്. ആൻഡ് എക്സാമ്പിൾസ് DF-17 ചൈനയുടേത്, അവാൻഗാർഡ് റഷ്യയുടേത്, HST-DV ഇന്ത്യ ടെസ്റ്റ് സ്റ്റേജിലാണ്. ആസ് ഐ സെഡ്, ഹൈപ്പർസോണിക് മിസൈൽസ് എക്സ്ട്രീംലി ഫാസ്റ്റ് ആണ്, വെരി ഹാർഡ് ടു ഡിറ്റക്ട് ആൻഡ് ഇൻ്റർസെപ്റ്റ്. കണ്ടുപിടിക്കാൻ പോലും വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ, സ്റ്റോപ്പ് ചെയ്യാനും വളരെയധികം ബുദ്ധിമുട്ടാണ്. ക്യാൻ മെനോ മിഡ് ഫ്ലൈറ്റ്. നമുക്ക് ഹൈപ്പർസോണിക് മിസൈൽസിനെ മിഡ് പാത്വേയിൽ തന്നെ അതിൻ്റെ ഡിറക്ഷനോ ആ ഒരു ഫ്ലൈറ്റ് പാത്തോ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. വൺ ഫ്ലൈറ്റ് സ്റ്റേജിൽ നിന്ന് അടുത്ത ഫ്ലൈറ്റ് സ്റ്റേജിലോട്ട് ട്രാൻസിഷൻ ചെയ്യാൻ പറ്റും, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഹൈപ്പർസോണിക് മിസൈൽസ് യൂസ് സ്ക്രാംജെറ്റ് എഞ്ചിൻസ് ഓർ ഗ്ലൈഡ് വെഹിക്കിൾസ്. റാംജെറ്റ് എഞ്ചിൻ, സ്ക്രാംജെറ്റ് എഞ്ചിൻ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. സബ്സിക്വൻറ്റ് സ്ലൈഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഹൈപ്പർസോണിക് മിസൈൽസ് സ്ക്രാംജെറ്റ് എഞ്ചിനാണ് യൂസ് ചെയ്യുന്നത്. ട്രാവൽ അറ്റ് ലോവർ ഓൾട്ടിറ്റ്യൂഡ്സ് ദാൻ ബാലിസ്റ്റിക് മിസൈൽസ്. ബാലിസ്റ്റിക് മിസൈൽസ് നമ്മുടെ പഴയ കാലത്തെ മോഡൽ മിസൈൽസ് ആണ്. പ്രൊജക്റ്റൈൽ പാത്വേ ആണ് ബാലിസ്റ്റിക് മിസൈൽസ് ഫോളോ ചെയ്യുന്നത്. റഡാർ ഇവേഷൻ കൂടുതലാണ്, അതായത് മറ്റുള്ള കൺട്രീസിന് ഇവരെ ഡിറ്റക്റ്റ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. സോ ഹൈപ്പർസോണിക് മിസൈൽസിൻ്റെ വിസിബിലിറ്റി കുറവാണ്. അതായത് ടാർഗറ്റ് കൺട്രിയുടെ റഡാർ സിസ്റ്റത്തിന് ഇവരെ പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയില്ല. യൂസ് എന്താണെന്ന് അറിയാലോ. സ്ട്രാറ്റജിക് മിലിറ്ററി സ്ട്രൈക്സിന് യൂസ് ചെയ്യുന്നു. പെനിട്രേറ്റിംഗ് അഡ്വാൻസ്ഡ് മിസൈൽ ഡിഫൻസ് സിസ്റ്റംസ്. മിസൈൽസ് കണ്ടെത്തി നിർവീര്യമാക്കുന്ന സിസ്റ്റമാണ് മിസൈൽ ഡിഫൻസ് സിസ്റ്റം. ഇന്ത്യയുടെ ഏതാണ്? സുദർശൻ ചക്ര S-400 അല്ലേ. റീസെൻറ്റ് ഇൻഡോ പാക് വാറിൽ വി യൂസ്ഡ് ആൻറ്റി മിസൈൽ സിസ്റ്റം S-400. ഈ ഹൈപ്പർസോണിക് മിസൈൽസിന് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഇറ്റ് ഈസ് ലോഞ്ച്ഡ് ബൈ റോക്കറ്റ്സ് വഴി ലോഞ്ച് ചെയ്യുന്നതും. 2 സ്ക്രാംജെറ്റ് ടെക്നോളജി യൂസ് ചെയ്യുന്നതും. ഹൈപ്പർസോണിക് ക്രൂസ് മിസൈൽസ് യൂസിങ് സ്ക്രാംജെറ്റ്. അപ്പോൾ ഈ ക്രൂസ് മിസൈൽ എന്താണ്, ബാലിസ്റ്റിക് മിസൈൽ എന്താണ്, സ്ക്രാംജെറ്റ് എന്താണ്, റാംജെറ്റ് എന്താണ്, ഇതെല്ലാം ഒരു ബേസിക് ഐഡിയ നമുക്ക് വേണം, ഇമ്പോർട്ടൻ്റ് ആണ്. Here it is given a small comparison between supersonic and hypersonic missiles. ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത ടേംസ് എല്ലാം ഒന്ന് ബ്രീഫ് ചെയ്തിരിക്കുന്നു മാത്രം. ഓക്കെ, ക്വിക്ക് റിവിഷന് സഹായിക്കും. ഇൻ്റർസെപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിനെ കണ്ടെത്തി നിർവീര്യമാക്കാൻ, അതാണ് ഇൻ്റർസെപ്ഷൻ്റെ മീനിങ്. കണ്ടെത്തി ഈ മിസൈൽസിനെ നിർവീര്യമാക്കാൻ ഡിഫിക്കൾട്ടാണ്. ഹൈപ്പർസോണിക് വെരി ഡിഫിക്കൾട്ടാണ്. We heard a word cruise missile, right? എന്താണ് ക്രൂസ് മിസൈൽ? ക്രൂസ് മിസൈൽ ഈസ് unmanned, self-propelled, ഗൈഡഡ് വെപ്പൺ ദാറ്റ് റിമെയിൻസ് വിത്തിൻ ദ അറ്റ്മോസ്ഫിയറിൽ തന്നെ റിമെയിൻ ചെയ്യാൻ അതിന് കപ്പാസിറ്റി ഉണ്ട്. യൂട്ടിലൈസിങ് ജെറ്റ് എൻജിൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അൺമാൻഡ് മീൻസ് ഒന്നുകിൽ റിമോട്ട് യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യാം, ഇല്ലെങ്കിൽ ഓട്ടോമേറ്റഡ് ആയിരിക്കും. ക്രൂസ് മിസൈൽസിൽ വരുന്നത് ജെറ്റ് എൻജിൻസ് ആണ്. ഹൈ പ്രിസിഷൻ ആണ്, മീൻസ് ടാർഗറ്റ് മിസ്സാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ലോ ഓൾട്ടിറ്റ്യൂഡ്സിലും, അതായത് വളരെ താഴ്ന്ന് പറക്കാനും വളരെ ഡിഫിക്കൽട്ട് ടെറൈനിൽ പറന്ന് ടാർഗറ്റിൽ വളരെ ടാക്ടിക്കൽ മൂവ്മെൻറ്റ്സ് കാഴ്ചവെക്കാനായിട്ട് ഈ മിസൈൽസിന് സാധിക്കും. റഡാർ ഡിറ്റക്ഷൻ വളരെ കുറവാണ്. സബ്സോണിക്കിൽ നിന്നും ഹൈപ്പർസോണിക് വരെ ക്രൂസ് മിസൈൽസ് ഉണ്ട്.
ടാർഗറ്റ് അച്ചീവ് ചെയ്യാനും സാധിക്കുന്ന മിസൈൽസാണ്. എക്സാമ്പിൾസ് ബ്രഹ്മോസ് സൂപ്പർസോണിക് ആണ്, നിർഭയ് സബ്സോണിക് ആണ്, ആൻഡ് ഹൈപ്പർസോണിക് സിർക്കോൺ. നെക്സ്റ്റ് ബാലിസ്റ്റിക് മിസൈൽസ്. ബാലിസ്റ്റിക് മിസൈൽസ് ഒരു പ്രൊജക്റ്റൈൽ പാത്താണ് ഫോളോ ചെയ്യുന്നത്. ലോങ് റേഞ്ച് ഡിസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ് ബാലിസ്റ്റിക് മിസൈൽസ് യൂഷ്വലി യൂസ് ചെയ്യുന്നത്. ഇന്ത്യയുടെ അഗ്നി 5 എല്ലാം ബാലിസ്റ്റിക് മിസൈൽ കാറ്റഗറിയിൽ വരുന്നതാണ്. ഇവിടെ ബാലിസ്റ്റിക് മിസൈൽസിൻ്റെയും ക്രൂസ് മിസൈൽസിൻ്റെയും ഒരു ഡിഫറൻസ് കാണിച്ചിട്ടുണ്ട്. യു ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് ഫ്രം ദിസ് പിക്ചർ ദ റിയൽ ഡിഫറൻസ്. നെക്സ്റ്റ് നമ്മൾ കേട്ടൊരു വേർഡാണ് സ്ക്രാംജെറ്റ് അല്ലേ. എന്താണ് സ്ക്രാംജെറ്റ്? In scramjet, air enters at extremely high speed. എക്സ്ട്രീംലി ഹൈ സ്പീഡിൽ എഞ്ചിനകത്തേക്ക് എയർ എൻട്രി ചെയ്യുന്നു. ഇറ്റ് ഈസ് നോട്ട് സ്ലോ ടു സബ്സോണിക്, സ്റ്റേസ് സൂപ്പർസോണിക് ആയിട്ട് തന്നെ അത് സസ്റ്റെയിൻ ചെയ്യുന്നു. സ്പീഡ് കുറഞ്ഞ് സബ്സോണിക്കിലേക്ക് വരുന്നില്ല. ഫ്യൂവൽ ബേൺസ് ഇൻ ദിസ് സൂപ്പർസോണിക് എയർ ഫ്ലോ. അകത്തേക്കുള്ള ഈ ഒരു എയർ ഫ്ലോ ആണ് ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു എയർ ഫ്ലോയിൽ തന്നെയാണ് ഫ്യൂവൽ ബേൺ ചെയ്യുന്നത്. ഹൈപ്പർസോണിക് മിസൈൽസിനാണ് സ്ക്രാംജെറ്റ് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. ഹൈപ്പർസോണിക് സ്പീഡ്സ് ആണ് സ്ക്രാംജെറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് അറ്റൈൻ ചെയ്യാൻ സാധിക്കുന്നത്. റാംജെറ്റ് എൻജിൻസിനെക്കാളും കുറച്ചും കൂടി കോംപ്ലക്സ് ആണ് സ്ക്രാംജെറ്റ് എൻജിൻസ്. ഇപ്പോൾ പ്രോഗ്രസ്സിലുള്ള HST-DV യൂസ് ചെയ്യുന്നത് സ്ക്രാംജെറ്റ് ടെക്നോളജിയാണ്. നെക്സ്റ്റ് റാംജെറ്റ് എൻജിനാണ്. റാംജെറ്റ് എൻജിനിലും എയർ എൻറ്റേഴ്സ് അറ്റ് ഹൈ സ്പീഡ്. പക്ഷേ പ്രധാനമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ ഇത് സബ്സോണിക് ലെവലിലേക്ക് സ്ലോ ഡൗൺ ആവുകയും ഫ്യൂവൽ ഈസ് ഇൻജെക്റ്റഡ് ആൻഡ് ബേൺഡ്. ഈ ഒരു എയർ ഫ്ലോയിലല്ല ഫ്യൂവൽ ബേൺ ആവുന്നത്, ഫ്യൂവൽ ഇൻജെക്റ്റഡ് ആയിട്ട് ബേൺ ആവുകയാണ്. സൂപ്പർസോണിക് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനാണ് റാംജെറ്റ് എൻജിൻസ് കൂടുതലും ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബ്രഹ്മോസ് യൂസ് ചെയ്യുന്നത് റാംജെറ്റ് എൻജിനാണ്. HST-DV പ്രോഗ്രാം ഇന്ത്യയുടെ കോർ സ്ക്രാംജെറ്റ് ടെസ്റ്റ് പ്ലാറ്റ്ഫോമാണ്. ബ്രഹ്മോസ് ഇപ്പോൾ കറൻ്റ്ലി സൂപ്പർസോണിക് ആണ്. അത് ഹൈപ്പർസോണിക് ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു ടെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് HST-DV പ്രോഗ്രാം. USA ഹൈപ്പർസോണിക് പ്രോഗ്രസ് ഇതും സ്ക്രാംജെറ്റ് എക്സ്പെരിമെൻ്റൽ പ്ലാറ്റ്ഫോം തന്നെയാണ്. ലോ കോസ്റ്റ് സ്കെയിലബിൾ ഹൈപ്പർസോണിക് വെപ്പൺസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. എല്ലാവരും ഹൈപ്പർസോണിക്കിലോട്ട് സ്വിച്ച് ചെയ്യാനായിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റൽ പ്ലാറ്റ്ഫോംസ് തുടങ്ങിക്കഴിഞ്ഞു. നോർത്ത് കൊറിയ ഹൈപ്പർസോണിക് മിസൈൽ ഹ്വാസോങ് 11E. ഗ്ലോബൽ ഹൈപ്പർസോണിക് റേസ് ലീഡിംഗ് കൺട്രീസ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ റഷ്യ അവൻഗാർഡ്, ഖിനാൽ, ചൈന DF-17, USA LRHW ARMD, ഇന്ത്യ HST-DV, ധ്വനി LR AASHM. സോ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫെയർ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.